ഭക്ഷണത്തിനിടയിലാണ് യാമി ആ കാര്യം അവതരിപ്പിച്ചത്. അച്ഛാ, അടുത്ത ആഴ്ച മുതൽ അവധിക്കാലം തുടങ്ങുകയല്ലേ? വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് എനിക്ക് ബോറടിക്കുന്നു. മകളുടെ താല്പര്യം അറിഞ്ഞ ശങ്കർ അവളെ പ്രോത്സാഹിപ്പിച്ചു. അതിനെന്താ മോളെ, ഒഴിവു സമയത്ത് ഉപകാരപ്രദമായി എന്തെങ്കിലും ചെയ്യുന്നത് നല്ലതല്ലേ? സന്തോഷം കൊണ്ട് യാമി അച്ഛന് നന്ദി പറഞ്ഞു. അതിനിടെ സുഭദ്ര തൻ്റെ മകൻ ഇന്ദ്രജിത്തിന്റെ വിവാഹകാര്യം സൂചിപ്പിച്ചു. ഇന്നലെ ഞാൻ ജോത്സ്യരെ കണ്ടിരുന്നു. അടുത്ത മാസം നല്ലൊരു മുഹൂർത്തമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് നിശ്ചയം ഉടനെ നടത്താം എന്ന്. എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്നാൽ ഇന്ദ്രജിത്ത് വിവാഹത്തിൽ വലിയ താല്പര്യമില്ല. അവനോട് ചോദിച്ചാൽ ഇനിയും 2 വർഷം കൂടി വേണമെന്നേ പറയൂ എന്ന് സുഭദ്ര ശങ്കരനോട് പരിഭവിച്ചു. മകന്റെ നിസ്സംഗത കണ്ടെങ്കിലും മുന്നോട്ടു പോകുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് കരുതി ശങ്കർ വിവാഹ നിശ്ചയത്തിനും സമ്മതം മൂളി. പെണ്ണ് കാണാൻ പോയ അന്ന് ഇന്ദ്രജിത്തിന്റെ മനസ്സിൽ തന്റെ കാവേരിയുടെ ഓർമ്മകളാണ്. സോതി എന്ന പെൺകുട്ടിയെ കണ്ടപ്പോഴും അവളുടെ സൗന്ദര്യം കാവേരിയുടെ മുന്നിൽ ഒന്നുമല്ല എന്ന് അവന് തോന്നി. കാവേരിക്ക് വിവാഹം കഴിഞ്ഞുവെന്നും ഒരു കുട്ടിയുണ്ടെന്നും അവനറിയാമായിരുന്നു. എങ്കിലും സോതിയുടെ തുറന്ന പെരുമാറ്റം ഇന്ദ്രജിത്തിനെ ആകർഷിച്ചു. അവൾക്കെന്തോ ചില ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ദ്രജിത്ത് ആ വിവാഹത്തിന് സമ്മതിച്ചു. എന്നാൽ മറ്റൊരിടത്ത് കാവേരി തൻ്റെ മകളായ തനുമോളായി സമയം ചെലവഴിക്കുകയാണ്. സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയ മകൾക്ക് വസ്ത്രങ്ങൾ മാറിക്കൊടുത്ത് കാവേരി അടുക്കളയിലേക്ക് പോയി. തനിയെ പാവയുമായി കളിച്ചു കൊണ്ടിരുന്ന തനുമോൾ ഇടയ്ക്കിടയ്ക്ക് ഓടിവന്ന് കാവേരിയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് ദച്ചു അങ്കിളിനോട് സംസാരിക്കണം, ഒന്ന് ഫോൺ ചെയ്യുമോ അമ്മേ പ്ലീസ്? ആദ്യം വിസമ്മതിച്ചെങ്കിലും മകളുടെ നിർബന്ധത്തിന് വഴങ്ങി കാവേരി ഇന്ദ്രജിത്തിനെ വിളിച്ചു. ലാപ്ടോപ്പിൽ ജോലിയായിരുന്ന ഇന്ദ്രജിത്ത് കാവേരിയുടെ വിളി വന്നപ്പോൾ വലിയ ആവേശത്തോടെ ഫോൺ എടുത്തു. ഫോൺ മകൾക്ക് നൽകിയപ്പോൾ അവൾ വളരെ സന്തോഷത്തോടെ അങ്കിളിനോട് സംസാരിക്കാൻ തുടങ്ങി. ഹലോ ദച്ചു അങ്കിൾ. ആ കൊഞ്ചിക്കൊണ്ടുള്ള വിളി കേട്ടപ്പോൾ അവൻ്റെ മനസ്സ് തണുത്തു. എന്താ മോളെ, നീ എന്താ ചെയ്യുന്നത്? അവൻ ചോദിച്ചു. ഞാൻ എൻ്റെ പെന്നിരോളിയുടെ കൂടെ കളിക്കുക. അങ്കിൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരൂ. അമ്മയൊന്നും പറയില്ല. തൻ്റെ പാവക്കുട്ടിയെക്കുറിച്ചും കളികളെക്കുറിച്ചും അവൾ നിഷ്കളങ്കമായി വാചാലമായി അവനോട് പറഞ്ഞു. ആ വാക്കുകൾ ഇന്ദ്രജിത്തിന്റെ ഉള്ളിൽ സന്തോഷം നിറച്ചു. അവളുടെ സംസാരം കേട്ട് ചിരിച്ചുപോയ ഇന്ദ്രജിത്ത് പറഞ്ഞു, ശരി മോളെ, ഞാൻ വരാം. ആ സമയത്താണ് അടുക്കളയിൽ വെച്ചിരുന്ന കുക്കർ വിസിലടിച്ചതും. അത് കേട്ട് കാവേരി സ്റ്റൗ ഓഫാക്കാനായി വേഗത്തിൽ അടുക്കളയിലേക്ക് നടന്നു. സത്യമായിട്ടും വരുമോ? തനു വീണ്ടും ചോദിച്ചു. പിന്നെന്താ, ഞാൻ വരും. എനിക്ക് നിന്റെ കൂടെ കളിക്കണ്ടേ? അവനും പറഞ്ഞു. സന്തോഷം കൊണ്ട് ആ കുട്ടി കസേരയുടെ മുകളിൽ കയറി നിന്ന് തുള്ളിച്ചാടാൻ തുടങ്ങി. പെട്ടെന്നാണ് ബാലൻസ് തെറ്റി കസേര പുറകിലേക്ക് മറിഞ്ഞത്. ഭയന്നുപോയ ആ കുഞ്ഞ് ജീവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. ഫോണിലൂടെ ആ നിലവിളി കേട്ട ഇന്ദ്രജിത്തിന്റെ ജീവൻ തന്നെ നിലച്ചു പോയതുപോലെ തോന്നി. അടുക്കളയിൽ ജോലി തിരക്കിലായിരുന്ന കാവേരി പെട്ടെന്നുണ്ടായ വലിയ ശബ്ദം കേട്ടാണ് ഞെട്ടിപ്പോയത്. മുറിയിൽ കസേരക്ക് മുകളിൽ കയറി ചാടി കളിക്കുകയായിരുന്നു ആ കുഞ്ഞു തനുമോൾ. പെട്ടെന്ന് കസേര പിന്നിലേക്ക് മറിഞ്ഞ് അവൾ തറയിലേക്ക് വീണു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് കാവേരി പരിഭ്രാന്തിയോടെ ഓടി വന്നു. ആ സമയം ഇന്ദ്രജിത്തുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു അവൾ. ഫോണിലൂടെ കുഞ്ഞിന്റെ നിലവിളി കേട്ട് ഇന്ദ്രജിത്തിന്റെ ഉള്ളൊന്ന് പിടഞ്ഞുപോയി. തനിക്കുട്ടി, എന്താ പറ്റിയത്? കാവേരി, പറയൂ, മോൾക്ക് എന്തു പറ്റി? പരിഭ്രമത്തോടെ ഇന്ദ്രജിത്ത് ഫോണിലൂടെ ചോദിച്ചു. കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർക്കുമ്പോൾ കാവേരിയുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. തല തറയിലടിച്ച് നെറ്റി ചെറുതായി വീർത്തിട്ടുണ്ട്. അയ്യോ മോളെ, എന്തിനാ അവിടെ കയറി ചാടിയത്? അമ്മയുടെ പാവക്കരയല്ലേ? ദാ ഇന്ദ്രനങ്കൾ വിളിക്കുന്നുണ്ട്. അവൾ കുഞ്ഞിനെ കൊഞ്ചിക്കൊണ്ട് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഭാഗ്യവശാൽ മറ്റു പരിക്കുകളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൾ ഫോണെടുത്തു. കസേരയിൽ നിന്ന് വീണതാ ഇന്ദ്രജിത്ത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നവൾ അവനെ ആശ്വസിപ്പിച്ചു. രാത്രി ഏറെ വൈകിട്ടും തനിമയുടെ ആ വീഴ്ച ഇന്ദ്രജിത്തിനെ അസ്വസ്ഥമാക്കി. ഉറക്കം വരാതെ കിടന്നവൻ ഒടുവിൽ കാവേരിയെ വീണ്ടും വിളിച്ചു. തനുമോൾ ഉറങ്ങിയോ? നെറ്റിയിലെ വീക്കം കുറഞ്ഞോ? ഡോക്ടറെ കാണിക്കണോ? ഒറ്റ ശ്വാസത്തിൽ അവൻ ചോദിച്ചു തീർത്തു. തൻ്റെ കുഞ്ഞിനോട് ഇന്ദ്രജിത്ത് കാണിക്കുന്ന സ്നേഹവും കരുതലുമാണ് പലപ്പോഴും കാവേരിയെ അമ്പരിപ്പിക്കാറുള്ളത്. സ്വന്തം അച്ഛനിൽ നിന്ന് പോലും ലഭിക്കാത്ത വാത്സല്യം ഇന്ദ്രജിത്ത് തനുക്കുട്ടിയിൽ നൽകുന്നത് കാണുമ്പോൾ അവളുടെ മനസ്സ് നിറഞ്ഞു. പിറ്റേന്ന് വീടിൻ്റെ കോളിംഗ് ബെൽ ശബ്ദം കേട്ടാണ് കാവേരി വാതിൽ തുറന്നത് തന്നെ. മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട് അവൾ അല്പം അത്ഭുതപ്പെട്ടു. ഇന്ദ്രജിത്തിന്റെ സഹോദരി യാമിയായിരുന്നു അത്.
നിങ്ങളുടെ ഡാൻസ് ക്ലാസ്സിനെ കുറിച്ച് കേട്ടറിഞ്ഞാണ് ഞാൻ വന്നത്. യാമി പുഞ്ചിരിയോടെ പറഞ്ഞു. തിങ്കളാഴ്ച മുതൽ ക്ലാസ് തുടങ്ങുമെന്നും വൈകുന്നേരം വരാമെന്നും കാവേരി അവൾക്ക് മറുപടി നൽകി. അപ്പോഴാണ് മുറിയിൽ നിന്നും തനുമോൾ ഓടി വന്നത്. യാമിയെ കണ്ടതും അവൾ കൗതുകത്തോടെ നോക്കി. യാമി അവളെ അരികിലേക്ക് വിളിച്ചു ചോദിച്ചു, എന്താ തനുക്കുട്ടി വിശേഷം? സുഖമാണോ നിനക്ക്? തനുമോൾ യാമിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, ആൻറ്റി, തെച്ചു അങ്കിൾ പറഞ്ഞിട്ടാണോ വന്നേ? എന്നെ അങ്കിളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വന്നതാണോ? ഞാൻ വേഗം ഡ്രസ്സ് മാറ്റി വരാം കേട്ടോ. കുഞ്ഞിൻ്റെ അനിഷ്കളങ്കമായ ചോദ്യം കേട്ട് കാവേരിയും യാമിയും ചിരിച്ചുപോയി. ഇന്ദ്രജിത്ത് ആ കുഞ്ഞു ഹൃദയത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് ആ വാക്കുകൾ വിളിച്ചോതുന്നതായിരുന്നു. നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ, കുറച്ചു നേരം അവിടെ കളിക്കട്ടെ? യാമി കാവേരിയുടെയായി ചോദിച്ചു. അയ്യോ, അതെങ്ങനെ ശരിയാക്കും മോളെ? തനുമോൾ കുട്ടിയല്ലേ, വാശി പിടിക്കുന്നു എന്ന് കരുതി നിങ്ങളിങ്ങനെ പറയരുത്. അതൊന്നും വേണ്ട, അവൾ അവിടെ വന്നാൽ ഭയങ്കര വികൃതിയായിരിക്കും, കാവേരി മറുപടി നൽകി. അതൊന്നും സാരമില്ല ചേച്ചി, ഞാനൊന്ന് ഏട്ടനെ വിളിച്ച് ചോദിക്കട്ടെ, ഏട്ടൻ എന്ത് പറയുന്നു അതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞ് യാമി ഏട്ടനെ വിളിച്ചു. കാവേരിക്ക് എന്ത് പറയണമെന്ന് അറിയാതെ മിണ്ടാതെയിരുന്നു. യാമി ഏട്ടനെ വിളിക്കുമ്പോൾ അദ്ദേഹം ജോലി തിരക്കിലാണ്. ഒരു ക്ലയൻറ്റിനെ കാണാൻ പോകുകയായിരുന്നു. ഹലോ, പറ JCB. ഇന്ദ്രൻ ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞു. ഏട്ടാ, ഗസ് വാട്ട്? ഞാൻ കാവേരിയുടെ അടുത്തുണ്ട്. തനുമോളെ എൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടു വരട്ടെ എന്ന് ചോദിക്കാൻ വിളിച്ചതാ, യാമി ആവേശത്തോടെ പറഞ്ഞു. അത് കേട്ടതും ഇന്ദ്രൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. യാമി, നീ എന്നോട് ചോദിക്കുകയാണോ? ഇപ്പോൾ തന്നെ മോളെ കൂട്ടിക്കൊണ്ടുവാ, അവനും സന്തോഷത്തോടെ പറഞ്ഞു. പക്ഷെ കാവേരി. യാമി മടിച്ചു. അവരോട് ഞാൻ സംസാരിച്ചോളാം, നീ അവർക്ക് ഫോൺ കൊടുക്ക്, അവനും പറഞ്ഞു. യാമി ഫോൺ കാവേരിയുടെ കയ്യിൽ കൊടുത്തു. കാവേരി, പ്ലീസ് മോളെ അയക്ക്, എനിക്ക് കുറച്ച് ദിവസമായി മോളെ കാണണമെന്ന് വല്ലാതെ തോന്നുന്നുണ്ട്. ഇരുട്ടുന്നതിന് മുമ്പ് ഞാൻ തന്നെ വന്ന് മോളെ നിങ്ങളുടെ വീട്ടിൽ വിട്ടോളാം, പ്ലീസ് ഇല്ല എന്ന് പറയരുത്, ഇന്ദ്രജിത്ത് അഭ്യർത്ഥിച്ചു. ശരി, പക്ഷെ ശ്രദ്ധിക്കണം. കാവേരി സമ്മതിച്ചപ്പോൾ അവനും വലിയ സന്തോഷമായി. താങ്ക് യു സോ മച്ച്, അവൻ പറഞ്ഞു. കാവേരി തനുമോളെ ഒരുക്കി വേറെ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. അവിടെ പോയി അധികം വികൃതി കാണിക്കരുത് പൊന്നെ, കളിച്ചു കഴിഞ്ഞ് വേഗം തിരിച്ചു വരണം, അത് നമ്മുടെ വീടല്ല കേട്ടോ നീ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ മോൾ അനുസരണയോടെ കുട്ടി പോലെ തലയാട്ടി. യാമിയോടൊപ്പം മോൾ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു. അതേസമയം എല്ലാ ജോലികളും ക്യാൻസൽ ചെയ്ത് തനുമോളെ കാണാനായി ഇന്ദ്രജിത്തും വീട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞിരുന്നു.